മോദിയുടെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. 10 ദിവസത്തിനുള്ളിൽ 4 തവണ ഇന്ധനവില കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ മോദി സർക്കാർ കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനി അംബാനിമാർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്നവരായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധനവില വർധനവിനെതിരെ പൂവത്തൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ദിവസത്തിനുള്ളിൽ ഇന്ധനവില 8 രൂപയോളമാണ് വർദ്ധിച്ചത്. ലിറ്ററിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് ദിനം പ്രതി ഇന്ധനവില വർദ്ധിപ്പിച്ച് ലിറ്ററിന് 115 രൂപയിലേക്ക് എത്തിച്ചുവെന്നും TN അഭിപ്രായപ്പെട്ടു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, AT സ്റ്റീഫൻ, സിജു പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, കോൺഗ്രസ് നേതാക്കളായ അപ്പു ആളൂർ, മീര ജോസ്, OJ ഷാജൻ, AP ബാബു, നൌഷാദ് NA, സലാം വേൻമനാട്, KP വിവേകൻ, NK സുലൈമാൻ, സുബിരാജ് തോമസ്, പ്രസാദ് പണിക്കൻ, വർഗീസ് മാനത്തിൽ, P ബാലചന്ദ്രൻ, ജെയ്സൺ ചാക്കോ, CD ആന്റോ, പീറ്റർ CA, AT ആന്റോ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ, ജെറോം ബാബു, BV ജോയ്, ഷാജു തരകൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ക്രൂഡ് ഓയിലിന്റെ വില ബാരൽ കണക്കിൽ ഡോളർ വെച്ച് കണക്ക് കൂട്ടി വർദ്ധിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇന്ത്യ അതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. വില കൂടുമ്പോ വില കൂട്ടാനും കുറയുമ്പോ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഇന്ത്യയിലെ ഇന്നത്തെ ഗവൺമെന്റ് BJP RSS സംഘപരിവാർ ഗവൺമെന്റ് ഇതേപോലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചപ്പോ ഈ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോഴോ അത് കുറയ്ക്കാൻ തയ്യാറായില്ല. കാരണം എന്താ? നമ്മുടെ രാജ്യത്ത് ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല കൂടുതൽ പെട്രോളിയം വിൽക്കുന്നത്. കേരളം പോലെയല്ല. നിങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുക, റിലയൻസ് ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര കുത്തകകളെന്ന് നമ്മൾ പറയപ്പെടുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരായ വലിയ കമ്പനികളാണ്, സ്വകാര്യ കമ്പനികളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ വിൽക്കുന്നത്, ഡീസൽ വിൽക്കുന്നത്, പ്രകൃതി വാതകം വിൽക്കുന്നത്.